കേരളത്തിന്റെ ആത്മീയ ഭൂപടത്തിൽ സുവർണ അക്ഷരങ്ങളാൽ രേഖപ്പെടുത്തിയ ഒരിടമാണ് മലയാറ്റൂർ. പെരിയാറിന്റെ ഓളങ്ങൾ തഴുകുന്ന അടിവാരവും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മലനിരകളും അവിടെ കുടികൊള്ളുന്ന വിശുദ്ധ സ്മരണകളും മലയാറ്റൂരിനെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. വത്തിക്കാൻ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച ഈ പുണ്യഭൂമിയിലേക്ക് നമുക്കൊന്ന് യാത്ര പോകാം. AD 52 ഭാരതത്തിലെത്തിയ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ വിശുദ്ധ തോമാശ്ലീഹായുടെ പാദസ്പർശത്താലാണ് മലയാറ്റൂർ ധന്യമായത്. തന്റെ സുവിശേഷ യാത്രക്കിടയിൽ മലയാറ്റൂർ മലകളിൽ അദ്ദേഹം എത്തിച്ചേരുകയും അവിടെ ഏകാന്തമായി പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്തു. എന്നാൽ അക്കാലത്ത് അവിടെയുണ്ടായിരുന്ന പ്രാദേശിക വിഭാഗങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. തടസ്സങ്ങൾ വർദ്ധിച്ചപ്പോൾ അദ്ദേഹം മലമുകളിലേക്ക് അഭയം തേടിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. അവിടെ വച്ച് അദ്ദേഹം കഠിനമായ പ്രാർത്ഥനയിലും ഉപവാസത്തിലും മുഴുകി. മലയാറ്റൂർ മലമുകളിൽ വിശുദ്ധൻ പ്രാർത്ഥിച്ചിരുന്ന പാറയിൽ അദ്ദേഹം വിരലുകൊണ്ട് കുരിശ് വരച്ചുവെന്നും ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവിടെ ഒരു പൊന്നുംകുരിശ് പ്രത്യക്ഷപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം. ഇന്നും ഈ മല കുരിശുമുടി എന്ന് അറിയപ്പെടാൻ കാരണം ഇതാണ്. വേട്ടയാടാൻ പോയ ആദിവാസികൾ പാറയിൽ തിളങ്ങുന്ന ഈ കുരിശ് കാണുകയും പിൽക്കാലത്ത് ഇത് ലോകം അറിയുന്ന തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു. വിശുദ്ധൻ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയപ്പോൾ പാറയിൽ പതിഞ്ഞ പാദമുദ്രകളും കാൽമുട്ട അടയാളങ്ങളും ഇന്നും വിശ്വാസികൾ ഭക്തിപൂർവ്വം വണങ്ങുന്നു. ദാഹിച്ചു വലഞ്ഞ വിശുദ്ധൻ പാറയിൽ അടിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, മലമുകളിൽ ഇന്നും വറ്റാത്ത ഈ നീരുറവ സഞ്ചാരികൾക്ക് ഒരു വിസ്മയമാണ്. നോമ്പ് കാലം ആരംഭിക്കുന്നതോടെ മലയാറ്റൂരിലേക്ക് ജനപ്രവാഹമായി മാറും. പൊന്നുംകുരിശ് മുത്തപ്പോ, പൊന്മല കയറ്റം എന്ന ആവേശകരമായ വിളികളാൽ ആ പ്രദേശം മുഖരിതമാകും. കിലോമീറ്ററുകൾ താണ്ടി തോളിൽ മരക്കുരിശും ചുമന്ന് മല കയറുന്ന വിശ്വാസികൾ ഒരു അപൂർവ കാഴ്ചയാണ്. ഭക്തർ ഇവിടെ സമർപ്പിക്കുന്ന നേർച്ചകളും വ്യത്യസ്തമാണ്. തലയിൽ കല്ല് ചുമന്ന് മല കയറുന്നതും അടിവാരത്തുനിന്ന് മുട്ടിലിഴഞ്ഞു മല കയറുന്നതും വീടും പരിസരവും ശുദ്ധിയാകാൻ ചൂൾപ്പ് നേർച്ച നടത്തുന്നതും ഇവിടുത്തെ പ്രത്യേകതകളാണ്. മലയടിവാരത്തെ പുരാതനമായ പള്ളിയും മലമുകളിലെ കുരിശുമുടി പള്ളിയും സന്ദർശിക്കുന്നത് വഴി വിശ്വാസികൾക്ക് ആത്മീയമായ പൂർണ്ണത ലഭിക്കുന്നു. തീർത്ഥാടനത്തിനപ്പുറം ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം മലയാറ്റൂർ ഒരു കാഴ്ചകളുടെ പറുദീസയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1269 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുരിശുമുടിയിൽ നിന്നുള്ള ദൃശ്യം അതീവ മനോഹരമാണ്. ചുറ്റും ഒഴുകുന്ന പെരിയാറും പച്ച പുതച്ച റബ്ബർ തോട്ടങ്ങളും ദൂരെ മലനിരകളെ ചുംബിക്കുന്ന മേഘങ്ങളും ക്യാമറ കണ്ണുകൾക്ക് വിരുന്നൊരുക്കുന്നു. ഇവിടുത്തെ പള്ളിയുടെ വാസ്തുവിദ്യയും ശ്രദ്ധേയമാണ്. ഗ്രീക്കോ റോമൻ ശൈലിയിലുള്ള അൾത്താരയും ലത്തീൻ വാസ്തുവിദ്യയിൽ പണിത മുൻഭാഗവും ചുവരുകളിലെ തനത് ചിത്രപ്പണികളും ആരെയും ആകർഷിക്കും. വിശുദ്ധ തോമാശ്ലീഹായുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള മാർത്തോമ മണ്ഡപം ആധുനിക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വർഷം ഏപ്രിൽ 12-നാണ് മലയാറ്റൂരിലെ പ്രധാന പെരുന്നാളായ പുതുഞായർ ആഘോഷിക്കുന്നത്. തീർത്ഥാടകർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നോ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ എളുപ്പത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാം. KSRTC പ്രത്യേക സർവീസുകളും ഈ സമയത്തുണ്ടാകും. പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള മേഖലയായതിനാൽ പ്രകൃതി സൗഹൃദപരമായ ഒരു തീർത്ഥാടനമാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. വിശ്വാസിയും സഞ്ചാരിയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മലയാറ്റൂർ കേവലം ഒരു യാത്രയല്ല, മറിച്ച് സ്വയം കണ്ടെത്തലിന്റെയും സമാധാനത്തിന്റെയും ഒരു വലിയ അനുഭവമാണ്.